മനുഷ്യൻ ചൊവ്വയിൽ കാലുകുത്താൻ ഇനിയും വർഷങ്ങളെടുക്കും എന്നാണ് നമ്മൾ കരുതുന്നത്. എന്നാൽ സത്യം അതല്ല. ഇപ്പോൾ ഈ നിമിഷം ചൊവ്വയിലെ അതേ സാഹചര്യങ്ങളിൽ മനുഷ്യർ ജീവിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഈ ഭൂമിയിൽ തന്നെ. ശ്വസിക്കാൻ കൃത്രിമ വായു, കുടിക്കാൻ റീസൈക്കിൾ ചെയ്ത വെള്ളം, കാണാൻ ചുവന്ന മണ്ണും പാറക്കെട്ടുകളും മാത്രം. സ്വന്തം കുടുംബത്തെ ഒന്ന് ഫോണിൽ വിളിക്കണം എന്ന് കരുതിയാൽ പോലും ഒരു ഹലോ അവിടെ എത്താൻ 20 മിനിറ്റ് എടുക്കും. ഇതൊരു സയൻസ് ഫിക്ഷൻ സിനിമയല്ല. നമ്മുടെ ലഡാക്കിലെ കൊടും തണുപ്പിലും ഇറ്റലിയിലെ ഇരുളടഞ്ഞ ഗുഹകളിലും അമേരിക്കയിലെ മരുഭൂമികളിലും കടലിന്റെ അടിത്തട്ടിലുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യമാണ്. മനുഷ്യൻ മറ്റൊരു ഗ്രഹത്തിൽ കാലുകുത്തുന്നതിന് മുൻപ് അവിടെ എങ്ങനെ അതിജീവിക്കാം എന്ന് പഠിക്കാൻ ഭൂമിയിൽ ഒരുക്കുന്ന കൃത്രിമ ലോകങ്ങൾ. ഇതിനെയാണ് അനലോഗ് സ്പേസ് മിഷൻസ് എന്ന് വിളിക്കുന്നത്. മറ്റൊരു ഗ്രഹത്തിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മൾ എന്തിന് ഭൂമിയിൽ ഇത്തരം കഷ്ടപ്പാടുകൾ സഹിക്കണം? എന്താണ് ഈ ദൗത്യങ്ങളിൽ പങ്കെടുക്കുന്നവർ നേരിടുന്ന യഥാർത്ഥ മാനസിക വെല്ലുവിളികൾ? ഇന്ത്യയുടെ അഭിമാനമായ ലഡാക്ക് മിഷനിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? ഈ അത്ഭുതകരമായ ലോകത്തേക്ക് നമുക്ക് നിറങ്ങിച്ചെല്ലാം. ശരിക്കും ആലോചിച്ചു നോക്കിയാൽ ഇതൊരു സിനിമ ഷൂട്ടിംഗ് സെറ്റ് പോലെ തോന്നും, അല്ലെ? ആരുമില്ലാത്ത സ്ഥലങ്ങളിൽ കുറെ മനുഷ്യർ നടത്തുന്ന ചില പരീക്ഷണങ്ങൾ. പക്ഷേ ഇത് വെറുമൊരു ഷോ അല്ല. ലക്ഷക്കണക്കിന് കിലോമീറ്ററുകൾ അകലെയുള്ള ചൊവ്വയിൽ നാളെ മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാൻ പോകുന്ന മുന്നൊരുക്കമാണ്. ഒരു ഇന്റർനാഷണൽ മാച്ചിന് മുൻപ് ബാറ്റ്സ്മാൻ നെറ്റ്സിൽ പോയി മണിക്കൂറുകളോളം പ്രാക്ടീസ് ചെയ്യുന്നത് എന്തിനാണ്? നേരിടാൻ പോകുന്ന ബൗളർമാരുടെ വേഗതയും പിച്ചിലെ ബൗൺസും മുൻകൂട്ടി കണ്ട് അതനുസരിച്ച് മനസ്സിനെയും ശരീരത്തിനെയും പാകപ്പെടുത്താനാണത്. അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. നെറ്റ്സിലെ ഒരു പിഴവ് തിരുത്താൻ എളുപ്പമാണ്, പക്ഷേ യഥാർത്ഥ മാച്ചിലെ ഒരു തെറ്റ് കളിയുടെ ഗതി മാറ്റും. ബഹിരാകാശത്താണ് ആ തെറ്റ് സംഭവിക്കുന്നതെങ്കിൽ ആ തെറ്റിന്റെ വില ചിലപ്പോൾ ഒരു ആസ്ട്രോനോട്ടിന്റെ ജീവനായിരിക്കും. ഹായ് ഫ്രണ്ട്സ്, ദിസ് ഈസ് ജസ്റ്റിൻ. വെൽക്കം ടു ലേൺ ആൻഡ് ലീവ് ഇറ്റ്. ഇത്രയും കേട്ടപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു ചോദ്യം വരാം. ഇവരൊക്കെ ശരിക്കും ആരാണ്? സ്പേസിൽ പോകാത്ത ഇവർ എങ്ങനെയാണ് ആസ്ട്രോനോട്ടുകളാകുന്നത്? ഇവിടെയാണ് ശാസ്ത്രലോകം ഒരു പുതിയ പേര് പരിചയപ്പെടുത്തുന്നത്: അനലോഗ് ആസ്ട്രോനോട്ടുകൾ. ലളിതമായി പറഞ്ഞാൽ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ഷോ തുടങ്ങുന്നതിന് മുൻപ് അത് ആടിത്തീർക്കുന്ന റിഹേഴ്സൽ താരങ്ങൾ. നാളെ ചൊവ്വയിൽ കാലുകുത്താൻ പോകുന്ന യഥാർത്ഥ ആസ്ട്രോനോട്ടുകൾക്ക് മുൻപേ അവിടുത്തെ കഠിനമായ സാഹചര്യങ്ങൾ സ്വന്തം ശരീരത്തിലും മനസ്സിലും പരീക്ഷിച്ചു നോക്കുന്നവരാണിവർ. ഇവർ നടന്മാരല്ല, ശാസ്ത്രജ്ഞരും എഞ്ചിനീയർമാരും ഡോക്ടർമാരും ഒക്കെ അടങ്ങുന്ന ഒരു സംഘമാണ്. നമ്മൾ കാണുന്ന ഈ ലോകത്തെ പച്ചപ്പും പ്രകാശവും പൂർണ്ണമായും ഉപേക്ഷിച്ച് മാസങ്ങളോളം ആ കൃത്രിമ ചൊവ്വയിലെ തടവറയിൽ ഇവർ കഴിയുന്നത് എന്തിനാണെന്നോ? നാളെ മനുഷ്യരാശി മറ്റു ഗ്രഹങ്ങളിൽ ഒരു പുതിയ വീട് പണിയുമ്പോൾ അവിടെ ഒരാൾ പോലും അപകടത്തിൽപ്പെടരുത് എന്ന ഒറ്റ ലക്ഷ്യം ഉള്ളതുകൊണ്ട് മാത്രം. നമ്മൾ മനുഷ്യർ പണ്ടേ തൊട്ടേ കൂട്ടം കൂടി ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. എന്നാൽ ബഹിരാകാശത്ത് നിങ്ങൾ പൂർണ്ണമായും ഒറ്റയ്ക്കാണെങ്കിൽ ഈ ഏകാന്തത മനുഷ്യനെ എങ്ങനെ ബാധിക്കും എന്നത് ശാസ്ത്രലോകത്തെ വലിയൊരു ചോദ്യമാണ്. ഇതിനെ ശാസ്ത്രം ഐസ് എൻവയോൺമെന്റ് എന്ന് വിളിക്കുന്നു. അതായത് ഐസൊലേറ്റഡ്, കൺഫൈൻഡ് ആൻഡ് എക്സ്ട്രീം. ചന്ദ്രനിലോ ചൊവ്വയിലോ മനുഷ്യൻ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അത്യാധുനികമായ റോക്കറ്റുകളോ സാങ്കേതിക വിദ്യയോ ഒന്നുമല്ല, മറിച്ച് സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കുക എന്നതാണ്. മാസങ്ങളോളം ചെറിയൊരു കൂടാരത്തിൽ ഒരേ മുഖങ്ങൾ മാത്രം കണ്ടു കഴിയുമ്പോൾ മനുഷ്യർക്ക് സോഷ്യൽ സ്ട്രെസ് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പല പഠനങ്ങളും തെളിയിക്കുന്നു. ഉറക്കമില്ലായ്മയും മാനസിക സമ്മർദ്ദവും അവിടെ ഒരു ചെറിയ അബദ്ധത്തിന് കാരണമായാൽ പോലും അത് വലിയൊരു ദുരന്തത്തിൽ കലാശിച്ചേക്കാം. ഇതൊക്കെ മുൻകൂട്ടി പഠിക്കാനാണ് നാസയുടെ ഹെറ പോലുള്ള ദൗത്യങ്ങൾ നടക്കുന്നത്. ആലോചിച്ചു നോക്കൂ, വെറും 650 ചതുരശ്ര അടി മാത്രം വലിപ്പമുള്ള ഒരു ചെറിയ മുറിയിൽ ദിവസങ്ങളോളം നിങ്ങളെ അടച്ചിടുന്നു. പുറത്തിറങ്ങണമെങ്കിൽ ഭാരമേറിയ സ്പേസ് സ്യൂട്ട് ധരിക്കണം, മിഷൻ കൺട്രോളിന്റെ അനുവാദം വാങ്ങണം. ഈ ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലെ പ്രവാസികൾ അനുഭവിക്കുന്ന ഏകാന്തതയേക്കാൾ എത്രയോ മടങ്ങാണ്. അവിടെയാണ് കമ്മ്യൂണിക്കേഷൻ ഡിലേയുടെ പ്രസക്തി വരുന്നത്. ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ ഒരു കാര്യത്തെക്കുറിച്ച് സൂചിപ്പിച്ചു: കമ്മ്യൂണിക്കേഷൻ ഡിലേ. ഭൂമിയിൽ നിന്ന് ചൊവ്വയിലേക്ക് ഒരു സന്ദേശം എത്താൻ 20 മിനിറ്റ് വരെ സമയമെടുക്കും. അതായത് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ ഉള്ളതുപോലെ റിയൽ ടൈമായി വീഡിയോ കോളിലൂടെ വീട്ടുകാരോടോ ഭൂമിയിലെ ഡോക്ടർമാരോടോ എഞ്ചിനീയർമാരോടോ സംസാരിക്കാൻ കഴിയില്ല. നിങ്ങൾ ഒരു മെഡിക്കൽ എമർജൻസിയിൽ പെട്ടാൽ സഹായത്തിന് ഭൂമിയിൽ നിന്നുള്ള നിർദ്ദേശം വരാൻ ചുരുങ്ങിയത് 40 മിനിറ്റ് കാത്തിരിക്കണം. ആ 40 മിനിറ്റ് നിങ്ങളെ മരണത്തിലേക്ക് വരെ എത്തിച്ചേക്കാം. അതുകൊണ്ട് തന്നെ അനലോഗ് മിഷനുകളിൽ ഇത്തരം കൃത്രിമ കാലതാമസം സൃഷ്ടിച്ചാണ് ആസ്ട്രോനോട്ടുകളെ പരിശീലിപ്പിക്കുന്നത്. ആസ്ട്രോനോട്ടുകൾ സ്വന്തമായി തീരുമാനമെടുക്കാൻ പഠിക്കണം. ഇതിനെയാണ് ഓട്ടോണോമസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോളോ 13 ദൗത്യത്തിൽ തകരാറുണ്ടായപ്പോൾ ഭൂമിയിലെ മിഷൻ കൺട്രോൾ ഉടൻ ഇടപെട്ടാണ് അവരുടെ ജീവൻ രക്ഷിച്ചത്. പക്ഷേ ചൊവ്വയിൽ അത് സാധ്യമല്ല. അതുകൊണ്ട് തന്നെയാണ് ഓസ്ട്രിയൻ സ്പേസ് ഫോറത്തിന്റെ അമേഡി 24 പോലുള്ള ദൗത്യങ്ങളിൽ ആസ്ട്രോനോട്ടുകൾ അതീവ സങ്കീർണമായ സാങ്കേതിക മെഡിക്കൽ പ്രശ്നങ്ങൾ സ്വന്തമായി പരിഹരിക്കാൻ പരിശീലിക്കുന്നത്. ഇനി നമുക്ക് ഇന്ത്യയുടെ അഭിമാനത്തിലേക്ക് വരാം: ലഡാക്ക്. വെറും ഒരു ടൂറിസ്റ്റ് ലൊക്കേഷൻ എന്നതിനപ്പുറം ലഡാക്കിന് മറ്റൊരു മുഖമുണ്ട്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 3000 മീറ്റർ ഉയരത്തിൽ നിലനിൽക്കുന്ന ഈ പ്രദേശം
നമ്മുടെ ആനമുടിയേക്കാൾ എത്രയോ ഉയരത്തിലാണ്. അവിടെ ശ്വസിക്കാൻ ഓക്സിജന്റെ അളവ് സാധാരണ ഉള്ളതിന്റെ 40% മാത്രമാണ്. തണുപ്പാണെങ്കിൽ -10 വരെ താഴാം. ഈ കഠിനമായ സാഹചര്യങ്ങൾ ചൊവ്വയിലെയും ചന്ദ്രനിലെയും സാഹചര്യങ്ങൾക്ക് സമാനമാണ്. അതുകൊണ്ട് തന്നെ ISROയുടെ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെന്ററും AAKA സ്പേസ് സ്റ്റുഡിയോയും ചേർന്ന് അവിടെ LHMA ലഡാക്ക് ഹ്യൂമൻ അനലോഗ് മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. അവിടെ ഒരുക്കിയിട്ടുള്ള HAB-1 എന്ന ഇൻഫ്ലേറ്റബിൾ കൂടാരത്തിലാണ് ഇന്ത്യയുടെ അനലോഗ് ആസ്ട്രോനോട്ടുകൾ കഴിയുന്നത്. അവിടെ അവർ ഒരു ലബോറട്ടറിയും ഹൈഡ്രോപോണിക്സ് ഗാർഡനും സജ്ജീകരിച്ചിട്ടുണ്ട്. ഹൈഡ്രോപോണിക്സ് എന്നാൽ മണ്ണില്ലാതെ കൃഷി ചെയ്യുന്ന രീതിയാണ്. ലഡാക്കിലെ ആ ചാര നിറമുള്ള മണ്ണിലൂടെ സ്പേസ് സ്യൂട്ട് ധരിച്ച് നടക്കുമ്പോൾ അവർ യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ഭാവി ബഹിരാകാശ ദൗത്യങ്ങൾക്ക് അടിത്തറ പാകുകയാണ്. നിങ്ങൾ എന്തെങ്കിലും ലഡാക്കിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഭൂപ്രകൃതിയും ആകാശവും എത്രത്തോളം നിഗൂഢമാണെന്ന് ഓർക്കുന്നുണ്ടാകും. ആ നിഗൂഢതയാണ് ശാസ്ത്രത്തിന് വേണ്ടത്. എന്നാൽ ആകാശം കീഴടക്കാൻ നമ്മൾ കടലിന്റെ ആഴങ്ങളിലേക്കും പോകേണ്ടതുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നാസയുടെ നീമോ, നാസ എക്സ്ട്രീം എൻവയോൺമെന്റ് മിഷൻ ഓപ്പറേഷൻസ് ഇതിന് ഉദാഹരണമാണ്. ഫ്ലോറിഡയിലെ കടലിനടിയിൽ 60 അടി താഴ്ചയിലുള്ള അക്വേറിയസ് റീഫ് ബേസ് എന്ന ഹാബിറ്റാറ്റിലാണ് ആസ്ട്രോനോട്ടുകൾ കഴിയുന്നത്. വെള്ളത്തിനടിയിലെ ഈ ജീവിതം ബഹിരാകാശത്തെ ലോ ഗ്രാവിറ്റി സാഹചര്യങ്ങളെ അനുകരിക്കാൻ സഹായിക്കുന്നു. കടലിനടിയിലെ ഓരോ നടത്തവും ചന്ദ്രന്റെ ഉപരിതലത്തിൽ നടക്കുന്നതിന് തുല്യമാണ്. അവിടെ അവർ പുതിയ സ്പേസ് സ്യൂട്ട് സാങ്കേതിക വിദ്യകളും റോബോട്ടുകളും പരീക്ഷിക്കുന്നു. കടലിന്റെ അടിത്തട്ടിൽ അവർ ഉപയോഗിക്കുന്ന ഓഗ്മെന്റഡ് റിയാലിറ്റി ഡിസ്പ്ലേകൾ നാളെ ചന്ദ്രനിൽ നടക്കാൻ പോകുന്ന ആസ്ട്രോനോട്ടുകൾക്ക് വഴികാട്ടും. ബഹിരാകാശത്ത് മനുഷ്യൻ മാസങ്ങളോളം കഴിയുമ്പോൾ ഭൂമിയിൽ നിന്ന് ഭക്ഷണം കൊണ്ടുപോകുന്നത് അത്യധികം ചിലവേറിയ കാര്യമാണ്. അതുകൊണ്ട് അവിടെ തന്നെ കൃഷി ചെയ്യുക എന്നതിനെക്കുറിച്ച് ഗവേഷകർ ആഴത്തിൽ പഠിക്കുന്നുണ്ട്. അന്റാർട്ടിക്കയിലെ കൊടും തണുപ്പിൽ പ്രവർത്തിക്കുന്ന ഈഡൻ ISS എന്ന മൊബൈൽ ടെസ്റ്റ് ഫെസിലിറ്റി ഇതിന് തെളിവാണ്. അവിടെ മണ്ണില്ലാതെ LED ലൈറ്റുകളുടെയും പ്രത്യേക വായു നിയന്ത്രണ സംവിധാനങ്ങളുടെയും സഹായത്തോടെ തക്കാളിയും വെള്ളരിക്കയും ഒക്കെ അവർ വിളയിച്ചു. ചൈനയുടെ ലൂണാർ പാലസ് പോലുള്ള പരീക്ഷണങ്ങളിൽ 365 ദിവസം 3 പേർ ഒരു ഹാബിറ്റാറ്റിൽ കഴിഞ്ഞ് ഓക്സിജനും വെള്ളവും 100% റീസൈക്കിൾ ചെയ്യാമെന്ന് തെളിയിച്ചു. അവിടെയുള്ള ആസ്ട്രോനോട്ടുകൾ പറയുന്നത് ഒരു ചെറിയ ചെടി വളരുന്നത് കാണുന്നത് പോലും അവരുടെ മാനസികാവസ്ഥയെ വലിയ രീതിയിൽ പോസിറ്റീവായി സ്വാധീനിക്കുന്നു എന്നാണ്. ഈ ഒരു ഫീലിംഗ് വിദേശത്ത് താമസിക്കുന്ന നമ്മുടെ മലയാളി സുഹൃത്തുക്കൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. പ്രത്യേകിച്ച് യൂറോപ്പിലൊക്കെ മഞ്ഞുകാലത്ത് ഒരു കറിവേപ്പില ചെടി നട്ടുവളർത്താൻ കഷ്ടപ്പെടുന്നവർക്ക്. പുറത്ത് മഞ്ഞ് വീഴുമ്പോൾ വീടിനുള്ളിൽ വെളിച്ചവും ചൂടും കൊടുത്ത് ഉണങ്ങിപ്പോകാതെ കാത്തു സൂക്ഷിക്കുന്ന ആ കറിവേപ്പിലയിൽ ഒരു പുതിയ തളിരില വരുന്നത് കാണുമ്പോഴുള്ള ആ സന്തോഷമുണ്ടല്ലോ, അത് വിവരിക്കാൻ പറ്റാത്തതാണ്. ഇതിന് സമാനമായ ഒരു ആശ്വാസമാണ് ഈ ആസ്ട്രോനോട്ടുകൾക്കും ആ കൊച്ചു തോട്ടങ്ങൾ. ഒരൊറ്റ പച്ചപ്പുമില്ലാത്ത ആ വിജനമായ ലോകത്ത് ഒരു ചെറിയ ഇല വിരിയുന്നത് കാണുമ്പോൾ തങ്ങൾ ഒറ്റയ്ക്കല്ലെന്നും ജീവിതം അവിടെ തുടരുന്നുണ്ടെന്നും അവർക്ക് തോന്നും. അതാണ് ആ ചെടികൾ അവർക്ക് നൽകുന്ന ഏറ്റവും വലിയ മോറൽ സപ്പോർട്ട്. നമ്മൾ ലഡാക്കിനെ കുറിച്ചും നാസയുടെ സമുദ്രാന്തർ ദൗത്യങ്ങളെ കുറിച്ചും പറഞ്ഞു. എന്നാൽ നമ്മുടെ ഇറ്റലി ഭാവിയിലെ ചന്ദ്ര ചൊവ്വ ദൗത്യങ്ങളുടെ അവിഭാജ്യ ഘടകമായി മാറുന്നത് അധികമാരും ശ്രദ്ധിച്ചിട്ടുണ്ടാകില്ല. ഇറ്റലിക്ക് സ്വന്തമായി ഒരു അനലോഗ് മിഷൻ പ്രോഗ്രാം ഇല്ലെങ്കിലും യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ഏറ്റവും തന്ത്രപ്രധാനമായ പങ്കാളിയാണ് ഈ രാജ്യം. യഥാർത്ഥത്തിൽ നാസയിലെയും റോസ്കോസ്മോസിലെയും ഒക്കെ ബഹിരാകാശ സഞ്ചാരികൾ ചൊവ്വയിലേക്ക് പോകും മുമ്പ് പഠിക്കുന്ന ഒരു ഓപ്പൺ എയർ സ്കൂളാണ് ഇറ്റലി. ഇറ്റലിയിലെ സർദീനിയയിലുള്ള സുപ്രമോന്തെ ഗുഹകൾ ലോക പ്രശസ്തമാണ്. സൂര്യപ്രകാശം ഒട്ടുമെത്താത്ത പൂർണ്ണമായ നിശബ്ദതയും ഏകാന്തതയുമുള്ള ഈ ഗുഹകളിൽ ദിവസങ്ങളോളമാണ് ആസ്ട്രോനോട്ടുകൾ കഴിയുന്നത്. ബഹിരാകാശത്തെ സീറോ ഗ്രാവിറ്റിയിൽ സഞ്ചരിക്കുന്നത് പോലെ ഈ ഗുഹകളുടെ വശങ്ങളിലൂടെ തൂങ്ങിക്കിടന്നും ഇടുങ്ങിയ വഴികളിലൂടെ നീങ്ങിയും അവർ പരിശീലനം നേടുന്നു. നാസ, റോസ്കോസ്മോസ് തുടങ്ങിയ ലോകത്തെ മുൻനിര ഏജൻസികളിലെ സഞ്ചാരികൾ ഇവിടെ പരിശീലനം തേടിയെത്താറുണ്ട്. സിസിലിയിലെ എത്ന അഗ്നിപർവ്വതം കണ്ടാൽ നിങ്ങൾ വിചാരിക്കും ഇത് ചന്ദ്രന്റെ ഉപരിതലമാണെന്ന്. അവിടുത്തെ കറുത്ത അഗ്നിപർവ്വത മണലും പാറക്കെട്ടുകളും ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിന് സമാനമാണ്. കൗതുകകരമായ ഒരു കാര്യം പറയാം. 2022 ബഹിരാകാശ നിലയത്തിൽ ഇരുന്നു കൊണ്ട് സഞ്ചാരിയായ ലൂക്ക പർമിറ്റാനോ എത്നയുടെ മുകളിലുള്ള ഒരു റോവറിനെ നിയന്ത്രിച്ചിരുന്നു. ഭാവിയിൽ ചന്ദ്രനിലെ റോവറുകളെ ബഹിരാകാശ നിലയത്തിൽ ഇരുന്നു കൊണ്ട് എങ്ങനെ നിയന്ത്രിക്കാം എന്നതിന്റെ ഏറ്റവും വലിയ പരീക്ഷണമായിരുന്നു അത്. ഇറ്റലിയിലെ ഡോളോമൈറ്റ്സ് മലനിരകളിലുള്ള ബ്ലട്ടർബാ കാനിയൺ ചൊവ്വയിലെ പാറകളുടെ ഘടന പഠിക്കാൻ ശാസ്ത്രജ്ഞരെ സഹായിക്കുന്നു. ചൊവ്വയിലെ സെഡിമെന്ററി ജിയോളജിക്ക് ഏറ്റവും അനുയോജ്യമായ അനലോഗ് സ്ഥലമാണിത്. ഇതൊന്നും പോരാഞ്ഞ് ഇറ്റലിയിലെ ടൂറിനിൽ ആൽടെക് എന്നൊരു സാങ്കേതിക കേന്ദ്രമുണ്ട്. അവിടെ കൃത്രിമമായി ഒരു ചൊവ്വ ഉപരിതലം തന്നെ നിർമ്മിച്ചിട്ടുണ്ട്. വരാനിരിക്കുന്ന എക്സോമാർസ് മിഷനിലെ റോവറുകൾ പരീക്ഷിക്കുന്നത് ഇവിടെയാണ്. ചുരുക്കത്തിൽ ഇറ്റലിയിലെ ഗുഹകളും അഗ്നിപർവ്വതങ്ങളും വെറും കാഴ്ചകളല്ല, മറിച്ച് മനുഷ്യൻ മറ്റൊരു ഗ്രഹത്തിൽ കാലുകുത്തുമ്പോൾ അവന്റെ ജീവൻ രക്ഷിക്കാനുള്ള വിദ്യകൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ലബോറട്ടറികളാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു ചോദ്യം വരുന്നുണ്ടാകും. നിങ്ങൾക്കും ഒരു അനലോഗ് ആസ്ട്രോനോട്ട് ആകാൻ സാധിക്കുമോ? തീർച്ചയായും സാധിക്കും.
ഭൂരിഭാഗം അനലോഗ് ആസ്ട്രോണട്ടുകളും സയന്റിസ്റ്റുകളോ എഞ്ചിനീയർമാരോ ഗവേഷകരോ ആണ്. ശാരീരിക ക്ഷമതയേക്കാൾ ഉപരിയായി സമ്മർദ്ദ ഘട്ടങ്ങളിൽ പതറാതെ ജോലി ചെയ്യാനുള്ള കഴിവാണ് ഇവിടെ പ്രധാനം. അനലോഗ് മിഷനുകളിൽ പങ്കെടുക്കുന്നത് ബഹിരാകാശ ഏജൻസികൾക്ക് മുൻപിൽ നിങ്ങളുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കും. ഇന്ത്യയിലെ AAK സ്പേസ് സ്റ്റുഡിയോ അല്ലെങ്കിൽ ബ്രസീലിലെ ഹാബിറ്റാറ്റ് മാർത്തെ പോലുള്ള സ്ഥാപനങ്ങൾ ഇതിനുള്ള അവസരങ്ങൾ നൽകുന്നുണ്ട്. നാം ഇന്ന് ഭൂമിയിൽ പണിയുന്ന ഈ ചെറിയ കൂടാരങ്ങളും നടത്തുന്ന ഈ പരീക്ഷണങ്ങളും വെറുതെയല്ല. ഇതൊരു പരീക്ഷണത്തെക്കാൾ ഉപരി ഒരു വലിയ ത്യാഗമാണ്. സ്വന്തം ജീവിതത്തിലെ മാസങ്ങളും വർഷങ്ങളും ഇവർ നൽകുന്നത് വരാനിരിക്കുന്ന തലമുറകൾക്ക് വേണ്ടിയാണ്. ഭൂമിയിലെ കാറ്റും വെളിച്ചവും പ്രിയപ്പെട്ടവരുടെ സാമീപ്യവും ഉപേക്ഷിച്ച് മറ്റൊരു ഗ്രഹത്തിൽ മനുഷ്യൻ എങ്ങനെ അതിജീവിക്കാം എന്ന് കണ്ടെത്താൻ ഇവർ നടത്തുന്ന ഈ പോരാട്ടം മനുഷ്യരാശിയുടെ മൊത്തം ഭാവിക്ക് വേണ്ടിയാണ്. ഭൂമിയിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന ഈ മനുഷ്യരുടെ ഓരോ സെക്കൻഡ് ഡേറ്റയും നാളെ മറ്റൊരു ഗ്രഹത്തിൽ മനുഷ്യൻ കൂടുകൂട്ടുമ്പോൾ അവിടെയുള്ള ആസ്ട്രോനട്ടുകളുടെ ജീവൻ രക്ഷിക്കും. നമ്മുടെ ഈ ചെറിയ ഭൂമിയിൽ നിന്ന് അനന്തമായ പ്രപഞ്ചത്തിലേക്ക് മനുഷ്യൻ നടന്നു കയറുമ്പോൾ അതിന്റെ കരുത്തായി മാറുന്നത് ഇവരുടെ ഈ നിശബ്ദമായ ത്യാഗമായിരിക്കും. നിങ്ങൾ തയ്യാറാണോ നാളത്തെ ഈ ലോകത്തിന്റെ ഭാഗമാകാൻ? ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും ഈ വിഷയത്തെപ്പറ്റി നിങ്ങൾക്ക് കൂടുതലായി അറിയുന്ന കാര്യങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലേൺ ആൻഡ് ലിവ് ഇറ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. Welcome to Learn and Live It, where learning meets life, and every day brings something new.